കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവനയിൽ കുറ്റപത്രം തയ്യാറായി. യൂട്യൂബ് ചാനലിലെ വിവാദ അഭിമുഖത്തിൽ RLV രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സത്യം ജയിച്ചെന്ന് RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ചാലക്കുടിക്കാരൻ നർത്തകന് കാക്കയുടെ നിറം എന്ന കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെയാണ് കുറ്റപത്രം തയ്യാറായിരിക്കുന്നത്. പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെ തന്നെയാണ് സംസാരിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോപോളോയും കേസിൽ പ്രതിയാണ്. സത്യം ജയിച്ചെന്നായിരുന്നു സംഭവത്തിൽ RLV രാമകൃഷ്ണന്റെ പ്രതികരണം. ഒരു കാലത്തും ഇനി ജാതി വിവേചനം ഉണ്ടാകരുതെന്ന താക്കീതാണ് ഈ കുറ്റപത്രമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി രാമകൃഷ്ണൻ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് കുറ്റപത്രം കോടതിയിലെത്തുന്നത്. കുറ്റം തെളിഞ്ഞാൽ സത്യഭാമയ്ക്ക് പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല താൻ നിയമപോരാട്ടം നടത്തിയതെന്നും RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇത്തരം അധിക്ഷേപങ്ങൾ ആധുനിക ലോകത്ത് പാടില്ല എന്നതിന്റെ പേരിലായിരുന്നു പോരാട്ടം. സത്യത്തിന്റെ വാതായനങ്ങൾ എന്നും തുറക്കപ്പെടും എന്ന് പറയുന്ന നമ്മുടെ മഹത്വജനങ്ങൾ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരാളെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ചെയ്തൊന്നല്ല. ഇങ്ങനെയുള്ള ഓരോ അധിക്ഷേപങ്ങൾ ഈ ആധുനിക സാംസ്കാരിക ലോകത്ത് പഠനവും മറ്റു കാര്യങ്ങളും പഠിച്ച് സംസ്കാര സമ്പന്നരായ മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെതിരെ ഉള്ളൊരു നടപടിയാണ്. കാരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നിട്ടിറങ്ങിയത്. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും കലാരംഗത്ത് തന്നെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടുകൊണ്ട് അവരുടെ പഠനങ്ങൾ പാതി വഴി മുടങ്ങി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇന്ന് കലാലയങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അനുകൂലമായി ഇനി ഇങ്ങനെയൊരു നടപടി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത്. വിവേചനങ്ങൾ നേരിട്ട് പഠനം തന്നെ മുടങ്ങി നിൽക്കുന്ന നിരവധി കലാകാരന്മാർ വിവിധ ഇടങ്ങളിലുണ്ട്. അവർക്കെല്ലാം ഇനി ആരുടെ ഭാഗത്തു നിന്നും ഒരു വിവേചനവും ഉണ്ടാകരുത് എന്നാണ് താൻ ആഗ്രഹിച്ചത്. സത്യം കൂടെ നിൽക്കുമെന്ന് ഇപ്പോൾ തെളിഞ്ഞു. അഭിമുഖത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് സത്യഭാമ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും അത്തരം തെളിവുകൾ പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചെന്നും RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.